അപ്പം കണ്ടം വെച്ച കോട്ടിലെ ഒരു ഗാനമുണ്ട്. അത് ഒരു വേറെ രീതിയാണ് രചിച്ചേക്കുന്നത്. അതിനകത്തും നാടൻ പദങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ആട്ടെ ആട്ടെ പോട്ടെ ആണ്. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്തു കാത്തു വലഞ്ഞല്ലോ മയിലേ. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേ. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്തു കാത്തു വലഞ്ഞല്ലോ മയിലേ. ആട്ടെ പോട്ടെ എന്ന് വെച്ചാൽ ഇതുവരെ കണ്ടതെല്ലാം പോട്ടെ, അല്ലെങ്കിൽ ഇതുവരെ കഴിഞ്ഞതെല്ലാം പോട്ടെ, ഇനി നമുക്ക് പുതിയൊന്ന് തുടങ്ങാൻ നമ്മൾ പറയത്തില്ലേ, അതൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആട്ടെ പോട്ടെ. അതൊരു ഗ്രാമീണ പദമാണ്. ആ ഗ്രാമീണ മലബാറിലൊക്കെ പറഞ്ഞു വരുന്ന ശൈലിയിലാണ് ഈ പാട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരെ കഥാപാത്രം സംസാരിക്കുന്ന രീതി തന്നെയാണ് ആ പാട്ടും വന്നത്. അപ്പം ആ കഥയോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന പാട്ട് എഴുതാൻ ഭാസ്കര മാസ്റ്റർ കഴിവ് ഒന്നും കൂടെ തെളിയിച്ചേക്കുവാണ് കണ്ടം വെച്ച കോട്ടിലൂടെ. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലെ എന്ന പദത്തിലൂടെ. പിന്നെ കാത്ത് കാത്ത് വലഞ്ഞല്ലോ മയിലെ. മയില് 7 വർണ്ണങ്ങളും വിടർത്തി നിൽക്കുന്ന അതിമനോഹരമായ സ്ത്രീയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂടുന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്, ആ മയിലെ എന്നുള്ള പദം. അപ്പോൾ എത്രത്തോളം കാമുകന്റെ പ്രിയങ്കരിയായ ഒരു കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചേക്കുന്നത് പോലെ. അതുപോലെ തന്നെയാണ് വേറെ ഒരു പാട്ടുണ്ട്, മെഹബൂബ് പാടിയ ഇന്നും അത് നടക്കുന്നുണ്ട്. ഈ പടത്തിന്റെ ടൈറ്റിലുമായിട്ട് വളരെ ചേർന്നിരിക്കുന്ന ഒരു പാട്ടാണ്. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, ഇത് മുഹമ്മദ് കാക്കാന്റെ കോട്ടാണ്, നാട്ടിൽ മുഴുക്കെ പാട്ടാണ്. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് എന്ന് തുടങ്ങുന്ന ഒരു പ്രശസ്തമായ ഗാനങ്ങളുണ്ട്. അങ്ങനെ മുഴുനീള ഹാസ്യത്തിൽ ഒതുങ്ങുന്ന പാട്ടുകളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോയേക്കുന്നത്. പിന്നെ കണ്ടം വെച്ചിലൂടെ ഇനിയും നമുക്ക് ഒരുപാട് ഗാനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എല്ലാം ഇങ്ങനെ വിശദീകരിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഓരോരോ സിനിമകളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിനാൽ അതിനകത്ത് എല്ലാ പാട്ടുകളും ഞാൻ ഇനി പറയുന്നില്ല. കുറച്ച് 1-2 പാട്ടെടുത്ത് പറയാനേ പറ്റത്തില്ല. അല്ലെങ്കിൽ ഭാസ്കര മാസ്റ്ററിന്റെ പാട്ടുകളെ പറ്റി എത്ര പറഞ്ഞാലും നമുക്ക് തീരത്തില്ല. കാരണം ഒരുപാട് 4000-ലധികം ഗാനങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. അതിൽ ഓരോന്നും ചരിത്രമുണ്ട്, പ്രണയത്തിൻ്റെ ഉണ്ട്, വിരഹമുണ്ട്, വിപ്ലവ ഗാനങ്ങളുണ്ട്. ഓരോ തുള്ളി ചോരയ്ക്കും 1000 പേർ ഉയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേരുയരുന്നു, 1000 പേരുയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു, രണാങ്കണത്തിൽ പടരുന്നു എന്ന് ആ മൂലധനത്തിലെ പ്രശസ്ത പാട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളുടെ രീതിയിലുള്ള പുരാണ കഥകളിൽ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്, വേദാന്തങ്ങളുണ്ട്. ദുഃഖത്തിൻ കൈപ്പൂനീർ മോന്തുവൻ സുഖത്തിൻ്റെ കൽക്കണ്ടം നീട്ടുന്നു നീയേതി, കൽക്കണ്ടം നീട്ടുന്നു നീയേതി. കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കുകൾ എഴുതാൻ ഏടുകളെവിടെ, ഏടുകളെവിടെ. ലൈല മജ്നു എന്നൊരു പേർഷ്യൻ നാടുകളിലെ ഒരു നാടോടി കഥയാണ് ലൈല മജ്നു. എല്ലാ ഭാഷകളിലും ഇതിൻ്റെ വേർഷനുകൾ അധ്യായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിലും ഭാസ്കര മാസ്റ്റർ നിർമ്മിച്ചൊരു ചിത്രമാണ് ഈ ലൈല മജ്നു. അത് ചുരുങ്ങിയ ചെലവ് നിന്നുകൊണ്ട് ആ മരുഭൂമിയിൽ നടന്ന പ്രണയ കാവ്യത്തെ അതിമനോഹരമായി ഭാസ്കര മാസ്റ്റർ മലയാളികൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിലെയും 1-2 ഗാനങ്ങളുണ്ട്. അത് വളരെയധികം പ്രശസ്തങ്ങളായ പാട്ടുകളിൽ ഒന്നാണ്. ഈ ലൈലയുടെയും മജ്നുവിൻ്റെ പ്രേമത്തിലെ ബാല്യകാലത്തുള്ളൊരു പാട്ടാണ്. വളരെ ലളിതസുന്ദരമായ ആ ഗാനങ്ങളും ഞാൻ 2 വരി ഒന്ന് പാടാൻ ശരിക്കാനുള്ളതെല്ലാം പാടി കേൾപ്പിച്ചു തരാം. ആ പാട്ട് നിങ്ങൾക്ക് കേൾക്കട്ടുണ്ടാണ്. കൂട്ടിൽ നിളങ്കിളി കുഞ്ഞാറ്റക്കിളി കൂടും വെടിഞ്ഞിന്നു പോകല്ലേ, കൂട്ടിനു കിട്ടിയ തോഴന വെട്ടി കുഞ്ഞാറ്റക്കിളി പോല. കൂട്ടിലിളം കിളി കുഞ്ഞാറ്റ കിളി കൂടും വെടിഞ്ഞിട്ടു പോവല്ലേ, കൂട്ടിനു കിട്ടിയ തോഴനെ വിട്ടി കുഞ്ഞാറ്റ കിളി പോവില്ല. ആ ബാല മനസ്സുകളിലെ പ്രണയത്തിൻ്റെ പേരാണ് കൂട്ടിനിളങ്കിളി കുഞ്ഞാറ്റക്കിളി. കുഞ്ഞാറ്റക്കിളി ഒരു പദം, കുഞ്ഞാറ്റക്കിളി. അത് പോവല്ലേ എന്ന്, കൂടും വെടിഞ്ഞിട്ട് പോകല്ലേ എന്ന് പറയാം. കൂടും വെടിഞ്ഞിട്ട് ആ കൂട്ടിൽ നിൻ്റെ കൂട്ടുകാരനാണ്, കൂടും വെടിഞ്ഞ് പോവല്ലേ. അപ്പം അതിൻ്റെ മറുപടിയാണ്
കൂട്ടിനു കിട്ടിയ തോഴന വിട്ട് കുഞ്ഞാറ്റ കിളി പോവില്ല, ഒരിക്കലും നിന്നെ വിട്ടിട്ട് പോവില്ല എന്ന് ഒരു പ്രണയത്തിന്റെ അരക്കിട്ട് ഉറപ്പിച്ച ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ഈ പദത്തിലൂടെ. പിന്നീട് ആ പ്രേമബന്ധം വളരുകയാണ്. വളരുന്നത് അതില് നായിക പാടുന്നൊരു പാട്ടുണ്ട്, അതീവ വിരഹത്തിലാണെന്നൊരു പാട്ടാണ്. ഒരു നക്ഷത്രം നോക്കിക്കൊണ്ട് നായിക പാടുന്ന പാട്ടാണ്. ഇതിൽ വിജയലക്ഷ്മി എന്നൊരു നായികയാണ് നായികയുടെ അതീവ സുന്ദരിയായ. അവർ പിന്നീട് അതേ സിനിമകളിൽ വന്നിട്ടില്ല. വേറെ ജ്ഞാനസുന്ദരിയിലും കൂടെ ഉണ്ടായിരുന്നവർ. അപ്പോൾ ഈ സിനിമയിൽ ഈ പാടുന്നുണ്ട്, താരമേ താരമേ നിന്നോടെ നാട്ടിലും തങ്കക്കിനാക്കളുണ്ടോ, താരമേ താരമേ നിന്നോടെ നാട്ടിലും തങ്കക്കിനാക്കളുണ്ടോ. താരമേ താരമേ നിന്നൂടെ നാട്ടിലും തങ്കക്കിനാവുകളുണ്ടോ, ഉണ്ടോ തങ്കക്കിനാവുകളുണ്ടോ. ചോദിക്കുകയാണ്, താരമേ നിന്റെ നാട്ടിലും ഞാൻ കാണുന്ന പോലുള്ള സങ്കല്പ സുന്ദര കിനാവുകളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നായികയുടെ പ്രേമത്തിൻ്റെ ഭാഷ്യം അങ്ങനെ വേറൊന്ന്. ഭാസ്കരൻ മാസ്റ്റർ ഒരു പുതിയ കോമ്പിനേഷനിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി കഴിഞ്ഞ്, രാഘവ മാസ്റ്റർ കഴിഞ്ഞ്, ബാബുരാജ് കഴിഞ്ഞു, LPR വർമ്മയും കഴിഞ്ഞ്, ഇനി പുതിയ ബ്രദലക്ഷ്മണൻ കഴിഞ്ഞ്. ഇത് സ്നേഹദീപം എന്നൊരു സിനിമയാണ്. സ്നേഹദീപം എന്ന സിനിമയിൽ MB ശ്രീനിവാസൻ എന്നൊരു പുതിയ സംഗീത സംവിധാനം മലയാളത്തിലേക്ക് കടക്കുകയാണ്. ഭാസ്കരൻ മാസ്റ്ററുമായിട്ട് ആദ്യം ഒരുമിച്ച് ചേരുവാണ്. അവർ അധികം സിനിമകൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സിനിമയിലെ ഗാനങ്ങൾ നല്ല പ്രശസ്തങ്ങളാണ്. അതിൽ ഒരു കുട്ടി പാടുന്ന പാട്ട് ആ കാലത്ത് കുട്ടികളെല്ലാം വേദികളിലും പാടിക്കൊണ്ടിരുന്നൊരു പാട്ടാണ്. ഒന്നാം തരം ബലൂൺ തരം, ഒരു നല്ല PP തരം, ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ, ഒരു മുത്തം തന്നാട്ടെ. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപ്പി തരാം, ഓടി ഓടി വാ, ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ. ഇതൊരു ലതാ രാജു എന്നൊരു ഗായിക, ബാല ഗായികയാണ്. അവരാദ്യമായിട്ട് പാടിയ ഗായികയാണ്. ശാന്താപ്പി നായർ എന്ന പ്രശസ്ത ഗായികയുടെ മകളാണ്. ഇന്നിപ്പം JM രാജു എന്നൊരു കല്യാണം കഴിച്ചു മദ്രാസിൽ താമസമാണ്. അവർ പാടിയ വേറൊരു പാട്ട് നിങ്ങൾക്കറിയാം, മഞ്ഞക്കിളി എന്നൊരു പാട്ട് സേതുബന്ധനത്തിലുണ്ട്. കുറേയധികം പാട്ടുണ്ട്. കിഴക്ക് കിഴക്കൊരാന എന്ന പാട്ടത്തിലൊക്കെ ബാല താരങ്ങൾക്ക് വേണ്ടി പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ഗായികയാണ്. അപ്പോൾ അവർ ആദ്യമായിട്ട് മലയാള സിനിമയിൽ പാടിയ ഒരു ഗാനം കൂടാണിത്. ഈ സ്നേഹദീപത്തിൽ തന്നെ നല്ലൊരു പ്രണയഗാനമുണ്ട്, ഒരു യുഗ്മഗാനമാണത്. S ജാനകിയുടെ ഒക്കെ നല്ല മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. മലയാള സിനിമാ വേദിയിലെ സംഗീതത്തിൽ അനർഹമായൊരു ഡ്യുവറ്റാണിത്. രാത്രി കാലത്ത് ഒരു ചിത്രീകരണം, രാത്രിയുടെ അന്തരീക്ഷമാണ് വന്നേക്കുന്നത്. ചന്ദ്രന്റെ പ്രഭയിൽ, ചന്ദ്രൻ പൊഴിച്ചു നിൽക്കുന്ന അന്തരീക്ഷം, ചന്ദ്രന്റെ പ്രഭയിൽ, ചന്ദന മഴയിൽ, അതിൻ്റെ വിശേഷമാണ്. ചന്ദ്രൻ്റെ പ്രകാശം ചൊരിഞ്ഞിക്കഴിഞ്ഞ് ചന്ദ്രികയിൽ എന്നിരിക്കുന്ന രാത്രിയിൽ ചന്ദന മഴയിൽ, ചന്ദ്രനും ചന്ദനയും. അപ്പം ആ കാമുക സമാഗമത്തിൻ്റെ ഒരു മനോഹരമായ ഒരു സുഗന്ധവും പ്രകാശവും ഒരുമിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഭാസ്കരൻ മാസ്റ്റർ നമ്മുടെ പ്രേമത്തിൻ്റെ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകണം. ചന്ദ്രന്റെ പ്രഭയിൽ ചന്ദന മഴയിൽ സുന്ദരമാമൊരു പുഞ്ചിരിയിൽ, ചന്ദ്രന്റെ പ്രഭയിൽ ചന്ദന മഴയിൽ സുന്ദരരാവിൻ പുഞ്ചിരിയിൽ, ചന്ദ്രന്റെ പ്രഭയിൽ ചന്ദന മഴയിൽ സുന്ദരരാവിൻ പുഞ്ചിരിയിൽ. ചന്ദ്രന്റെ പ്രഭയില് ചന്ദ്രന്റെ പുഞ്ചിരിക്കുകയാണ്. ചന്ദനമഴ, ചന്ദനമാണ് പ്രകാശിക്കുന്ന ഒരു കളറാണ്. ചന്ദന മഴയിൽ സുന്ദരമായൊരു പുഞ്ചിരിയിൽ, കാമുകിയുടെ പുഞ്ചിരി. അപ്പോൾ എല്ലാം കൂടെ കൊണ്ട് പ്രകാശമാനമായ രാത്രിയിൽ കാമുക സമാഗമമാണ്. അങ്ങനെ പ്രേമത്തിൻ്റെ ആ കാമുകിയുടെ വിചാരങ്ങളെ പുതിയൊരു പന്താവിലേക്ക് തുറക്കുന്ന സ്നേഹദീപത്തിലെ ഈ പാട്ടിൽ കൂടി. അങ്ങനെ ഇനിയും നമുക്ക് ഒരുപാട് സിനിമകളെ പറ്റി പറയാനുണ്ട്, ഒരുപാട്. പക്ഷേ എല്ലാ പടത്തിലെയും പാട്ടുകൾ ഇങ്ങനെ വർണ്ണിച്ച് നമുക്ക് പോകാൻ ഒക്കത്തില്ല. ഇനി ഞാൻ
ഒന്നോ രണ്ടോ പാട്ടുകൾ മാത്രമേ പറയാറുള്ളൂ. തുടക്കകാലമായിട്ട് മാത്രം പുതിയ തലമുറയ്ക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പഴയ കാലത്തിൽ ഇത്ര വിശദീകരിച്ചൊരു യാത്ര നടത്തിയത്. ഇനി വരുന്ന എപ്പിസോഡ് നമ്മൾ പാട്ടിൻ്റെ ഹിറ്റ് ഗാനങ്ങൾ മാത്രം എടുത്തുകൊണ്ടായിരിക്കും പറയുന്നത്. ഏതായാലും ഇത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഈ മധുരം മലയാളം ചാനലിൻ്റെ ഈ പ്രത്യേക പരിപാടി നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ അനുഭൂതി കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. നന്ദി, നമസ്കാരം. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപ്പി തരാം. ഓടി ഓടി വാ, ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ.